വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ബാംഗ്ലൂരിലേക്കും കേരളത്തിൻ്റെ പുറത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ആയിട്ട് കൂട്ടിയാൽ മതി. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷോപ്പിലേക്ക് ഇന്നലെ നാട്ടിൽ നിന്ന് വന്നതാണ് ഇവന്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഇന്നലെ ഉച്ചക്ക് 1:30 കോഴിക്കോട് നിന്ന് KSRTC ബസ്സിന് കയറിയിട്ട് രാത്രി ഒരു 10:30 മണി ആ സമയമാകുമ്പോൾ സാറ്റലൈറ്റ് ബസ് സ്റ്റേഷനിൽ ബസ് ഇറങ്ങി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് അവിടുന്ന് ഒരു ഊബർ എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ഇങ്ങനെ ഊബർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് പറഞ്ഞു ഊബറിനേക്കാൾ കുറഞ്ഞ പൈസയിൽ ഞാൻ കൊണ്ട് വിട്ടുതരാമെന്ന്. അങ്ങനെ ഇവനെ ഓട്ടോ കയറ്റിയിട്ട് കുറച്ച് ദൂരം പോയതിന് ശേഷം അയാളെ വേറൊരു സുഹൃത്തിനെയും കൂടി ഓട്ടോയിൽ കയറ്റിയിട്ട് ഇവനെ ഭീഷണിപ്പെടുത്തി ഇവൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പൈസക്ക് ചോദിച്ച് കുറേ അടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇവൻ്റെ പേഴ്സിലുണ്ടായിരുന്ന പൈസയൊക്കെ മൊത്തം എടുത്ത് പിന്നെ ഇവൻ്റെ ഫോണ് പിടിച്ചു പറിച്ച് പിന്നെ ആ സമയത്ത് ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവൻ്റെ ഫോണും അവരെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ഓട്ടോന്ന് പുറത്തേക്ക് എടുത്ത് ചാടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കത്തി കൊണ്ട് ഇതാ ഇവിടെ വയറിലൊരു കുത്തും കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഇന്ന് രാവിലെ മുതൽ ഇത് കംപ്ലൈൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ MLC വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഡോക്ടർ അംബേദ്കർ മെഡിക്കൽ കോളേജിൽ MLCക്ക് വേണ്ട ഇപ്പോഴാണ് സംഭവം എഴുതി കിട്ടിയത്, സംഭവം കഴിഞ്ഞത്. ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളെ നാട്ടിലെ പോലെ അത്ര എഫിഷ്യൻ്റ് അല്ല ഇവിടുത്തെ സിസ്റ്റം ഒന്നും. അത് നമ്മളിപ്പോൾ 2 ഹോസ്പിറ്റലിൽ വേറെ പോയിട്ട് അവിടുന്ന് MLC കിട്ടാത്തത് കൊണ്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വരുന്ന ആളുകൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓതറൈസ്ഡ് ടാക്സീസിൽ മാത്രം കയറുക. ഇങ്ങനെയുള്ള ചതിയിൽ പോയിട്ട് പെടാതിരിക്കുക. അവന് ഓട്ടോ നിന്ന് എടുത്ത് ചാടിയപ്പോൾ ഷോൾഡർ അടിച്ചാണ് വീണത്. ഷോൾഡർ അടിച്ചിട്ട് വീണതുകൊണ്ട് ഇതാ ഇവിടെ അടിച്ചിട്ടാണ് വീണത്. ഇതിന് പകരം അവന് തലയടിച്ച് വീണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതായിരിക്കില്ല സ്ഥിതി. അപ്പോൾ ഇത് എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഒറ്റയ്ക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഒരു കാരണവശാലും പാതിരാ സമയത്ത് അറിയാത്ത ആളുകളുമായിട്ട് യാതൊരു ഇടപാടിനും നിൽക്കരുത്. ഓതറൈസ്ഡ് ടാക്സി വിളിച്ച് മാത്രം നിങ്ങളെ സ്ഥലങ്ങളിലേക്ക് പോവുക. ഓക്കെ.